ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കിട്ടില്ല ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അത് തന്നെ നിൽക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ചതുരത്തിലുള്ള ബോട്ടിലാണ് വേണ്ടത്. നമ്മൾ ജോണി വാക്കറിൻ്റെ ഒക്കെ കുപ്പിയാണെന്ന് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇതുപോലത്തെ കാർഡ്ബോർഡ് വേണം. അധികം കട്ടിയുള്ള കാർഡ്ബോർഡ് വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ്. ഇതില്ലെങ്കിൽ വൈറ്റ് ചാർട്ട് പേപ്പർ ആയാലും മതി. പിന്നെ നമുക്ക് ആദ്യം തന്നെ വേണ്ടത്, നമ്മൾ കാർഡ്ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ വീതിയുള്ള 3 കാർഡ്ബോർഡ് വേണം. അതായത് നമുക്ക് ഈ പിയാനോയുടെ ബാക്ക് സൈഡ് വെക്കാനാണ്. അതായത് ഈ കുപ്പിയുടെ ഇത്ര സൈസ് വരെ ഇത്ര വരെയുള്ള നീളമുള്ള ഒരു കാർഡ്ബോർഡ് ആയിരിക്കണം അത്. അത് നമ്മൾ ബാക്കിൽ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതിനാണ് നിങ്ങൾക്ക് അത്ര എടുക്കാൻ പറയുന്നത്. എന്നിട്ട് ഇതിൽ നമ്മൾ ഈ ഒരു ഷേപ്പ് നമ്മുടെ പിയാനോൻ്റെ ഒക്കെ ബാക്കിലുള്ള ആ ഒരു ഷേപ്പ് നമ്മളിതിൽ വരച്ചു കൊടുക്കണം. അതിനാണ് ഞാൻ ഇത്ര വീതിയുള്ളത് വേണം എന്ന് പറയുന്നത്. നമ്മളത് വരച്ചു കൊടുക്കും. ഇങ്ങനത്തെ 3 എണ്ണം വേണം കേട്ടോ. 3 എണ്ണത്തിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ 3 എണ്ണത്തിൽ 2 എണ്ണം ഒരുപോലെ ഉള്ളതും ഒന്ന് കുറച്ച് വലുതും ആയിട്ടുള്ളതാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതാ ഇപ്പം ഞാൻ വെച്ച് നോക്കുകയാണ്, കണ്ടോ കറക്റ്റ് ആ ഒരു സൈസ്, ആ ഒരു ഫ്ലാറ്റ് കുപ്പിയുടെ ഫ്ലാറ്റ് ഭാഗം വരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ഒരു സൈസ് ഉണ്ട് അത്. എന്നിട്ട് നമ്മൾ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ നമ്മൾ ഇങ്ങനെ കുപ്പിയിലൊരു വരയിട്ട് കൊടുക്കുക. ഈ ഭാഗം നമുക്ക് കീസ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള 2 സ്ക്വയേഴ്സും പിന്നെ 2 സെൻറ്റിമീറ്റർ വീതിയുള്ള ഇതുപോലത്തെ കുപ്പിയുടെ നീളത്തിനനുസരിച്ചുള്ള 2 കാർഡ്ബോർഡും വേണം. പിന്നെ നമ്മൾ നേരത്തെ വെട്ടിയെടുത്തിട്ടുള്ളതാണ് ഒന്ന് വലുതും 2 എണ്ണം ഒരേ സൈസുള്ള കാർഡ്ബോർഡുകൾ കേട്ടോ. അങ്ങനെ മൊത്തം 3 എണ്ണം. എന്നിട്ട് പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലത്തെ കുറച്ചൊരു കട്ടിയുള്ള, നമുക്ക് ചാർട്ട് പേപ്പർ ആയാലും മതി കേട്ടോ. ഇങ്ങനെ കട്ടിയുള്ള ഒരു പേപ്പറും വേണം. എന്നിട്ട് ഞാൻ നേരത്തെ വെട്ടിയെടുത്തിട്ടുള്ള നമ്മുടെ ബാക്ക് സൈഡ് ആയിട്ടുള്ള കാർഡ്ബോർഡ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആദ്യം ഒന്നിങ്ങനെ ഇങ്ങനെ ആ ഒരു ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാക്കി പീസൊക്കെ ഒരു വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒരു ഭംഗിക്കും വേണ്ടി, ഭംഗിക്കല്ല ഒരു വൃത്തിക്കും വേണ്ടിയിട്ടാണ്, നമ്മൾ പെയിൻറ്റ് കൊടുക്കുമ്പോൾ വൃത്തിക്കേ. പിന്നെ നമ്മൾ ഈ ബോട്ടിൻ്റെ എത്ര സൈസാണോ ആ സൈസിലാണ് നമ്മൾ അടുത്ത ആ ഒരു പീസ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ അളവെടുത്തിട്ട് ഒന്ന് വരച്ച് വെക്കുക, ജസ്റ്റ് മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഭാഗത്ത് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ എല്ലാം ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മളിത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കുപ്പിയോട് ചേർത്ത് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതും ഒട്ടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പീസ്, ആദ്യത്തെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ആ വരയിൽ വെക്കുക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള 2 സ്ക്വയേഴ്സ് 2 ഭാഗത്തുമായിട്ട് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2 സെൻറ്റിമീറ്ററിൻ്റെ വീതിയുള്ളതും വെച്ച് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ അത് എത്രയാണോ നീളമുള്ളത് അവിടം വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ചുറ്റിനും കട്ട് ചെയ്തിട്ട് ആ ഒരു കറക്റ്റായിട്ട് സൈസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് ഉള്ളത് 2 ഭാഗത്തും എടുത്തിട്ടുണ്ട്. ആ 2 ഭാഗം അവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പുറം കഴുത്ത് ഭാഗം ചെറുത് മതി കേട്ടോ. അത് നമ്മൾ അത്ര വേണ്ട. പിന്നെ നമ്മൾ ഇതുപോലത്തെ നമ്മുടെ പെയിൻറ്റിൻ്റെ ഒക്കെ അടപ്പില്ലേ, അതെടുക്കുക. നമുക്കതൊരു സ്റ്റാൻഡ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ഇതിൽ കൊടുക്കുകയാണ്. ഞാൻ ഇത്രയും ഭാഗമാണ്, മുഴുവനും കൊടുത്തിട്ടില്ല. ആദ്യം ഇത്രയും ഭാഗം ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ഭാഗം നമുക്ക് കീസ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് ആ ഭാഗം കൊടുക്കണ്ട. അതിന് ഞാൻ ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് ആ കുപ്പിയുടെ കറക്റ്റ് സൈസിന് ഇട്ടിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. 2 എണ്ണം വേണ്ടി വന്നു എനിക്ക്. ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഞാൻ 1 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടാണ് കേട്ടോ ഈ വരച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 1 സെൻറ്റിമീറ്റർ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് വരയ്ക്കുന്നതാണ് നല്ലത്. ബ്ലാക്ക് മാർക്കർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, പെയിൻറ്റ് കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ചെറിയ കീസ് ഇതുപോലത്തെ ഐസ് സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തലപ്പ് ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എവിടേക്കാണ് വെക്കേണ്ടത് അതിനനുസരിച്ച് വെക്കുക. എന്നിട്ട് ഈ കീസിനൊക്കെ ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ഭാഗമൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. കുപ്പി മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതൊക്കെ ഞാൻ ബ്ലാക്ക് കളർ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു വൈറ്റ് ഭാഗമല്ലേ ബാക്ക് സൈഡിൽ, അതിൽ ഇതുപോലത്തെ ഒരു ബ്രൗൺ കളറ് നമുക്ക് കൊടുക്കാം. അതായിരിക്കും അതിന് കുറച്ചുകൂടി ഒരു ഭംഗി, ഒരു വുഡൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലത്തെ നമ്മളെ ഒരു മ്യൂസിക് ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞൊരു മിനി ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു ജസ്റ്റ് ചന്തത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഒട്ടിച്ചിട്ട്
നമ്മുടെ ഈ ഒരു സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അതുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എല്ലാം ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ബുക്കില്ലാത്ത ആ ഭാഗമൊക്കെ ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റാണ് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു എന്താ പറയുക, നമ്മുടെ പേപ്പർ റോൾ ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാനുള്ളതാണ്. പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗമില്ലേ, ആ ഭാഗം നമുക്ക് ഇതുപോലെ വെക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വലുത് വെക്കാൻ പറഞ്ഞത്. അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചെയ്തതിൻ്റെ ബാക്കിലായിട്ട് നേരത്തെ വെച്ചില്ലേ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അറിയണ്ടാവും പിയാനോ എങ്ങനെയാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഇത് വെച്ച് കൊടുക്കുക. ഈ ഒരു പേപ്പർ റോളും ഇങ്ങനെ കുത്തി നിർത്താനായിട്ടുള്ള, അതിനെന്താ പറയുകയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അത് വെച്ച് കൊടുക്കുക. ഞാനിതെല്ലാം ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണ് കൊണ്ടാണ് കേട്ടോ. ഗ്ലൂ ഗണ്ണാണെങ്കിൽ ഇത്തിരിയും കൂടി നമുക്ക് എളുപ്പമായിരിക്കും പിന്നെ ഒട്ടാനും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ. ഫെവിക്കോൾ ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ബുക്കിൽ നമ്മളെ ഒരു മ്യൂസിക്കിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് അറിയില്ല, ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ നോക്കി വരച്ചതാണ്. അത് ശരിയാണോന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. നിങ്ങൾക്ക് എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.